പഴയ ബുക്ക് പേപ്പർ പാത്രം ഇരുമ്പ് ആക്രി ഉണ്ടോ ആക്രി ബുക്ക് പേപ്പർ ഇരുമ്പ് തകരം പാട്ട ചേച്ചേ അല്ല ഉണ്ടാ ചേച്ചേ 5-6 ബൈക്കുകളുണ്ട് ബൈക്ക് വല്ല ഇരിക്കുന്ന ആക്രി ബൈക്ക് വല്ല ഇരിക്കുന്ന എടുക്കും പഴയ ആക്രി ബുക്ക് പിന്നെ മൊബൈൽ പഴയ പൊട്ടിയ മൊബൈല് പിന്നെ കമ്പ്യൂട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിലും എടുക്കും അതിന്റെ അച്ഛനും കൊണ്ട് പറ ജീവിക്കാൻ നടക്കണവന്മാരെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്യണവന്മാരെടുത്ത് എന്താടാ കർത്താലം പറയണത് പഴയ ബുക്ക് പേപ്പർ ചേട്ടോ ചേച്ചേ ബുക്ക് പേപ്പറൊന്നും ഇല്ലേ ചുറ്റും നിറച്ച് വീടുണ്ട് എന്താ രക്ഷ ഒരു വീട്ടിൽ പോലും ഒരു മനുഷ്യനും ഇല്ല ഇങ്ങനെ ഇപ്പൊ എന്തൊരു ചെയ്യുമെന്തോ നമ്മളെ കച്ചവടമൊക്കെ പൂട്ടി ആമയാവുമല്ലോ ഇനി എങ്ങോട്ട് പോവാൻ വല്ല ചക്കയും മാങ്ങയും ഉണ്ടായിരുന്നു അതെങ്കിലും വാങ്ങിക്കായിരുന്നു അതും ഇല്ലല്ലോ ദൈവമേ പഴയ ബുക്ക് പേപ്പർ ഹലോ ഹലോ ഈടെ ഈ പരിസരത്ത് വീടുകളിൽ നിന്ന് ആളില്ലേടാ പൊടിയാ ജോലിക്ക് പോയി പിള്ളേരൊക്കെ ഇവിടെ പോയി അവരൊക്കെ ഫോണില്ല കാലം പറഞ്ഞ കാലം ഡേ നീ എത്ര പഠിക്കുന്നത് എട്ടില്ല കുട്ടാ നിങ്ങളെ വീട്ടില് കുപ്പി ഇരുമ്പ് പാത്രം ഒന്നും വിൽക്കാനില്ല അല്ലേ ആക്രയൊന്നും എന്റെ പപ്പ കുടിക്കൊന്നുമില്ല അതുകൊണ്ട് കുപ്പിയൊന്നുമില്ല പിന്നെ പാട്ട അറിഞ്ഞോളല്ലേ അതുകൊണ്ട് നീ എത്ര പഠിക്കുന്നത് ഞാൻ എട്ടില്ല നിന്റെ കഴിഞ്ഞ കൊല്ലത്തെ ബുക്കും പുസ്തകമൊക്കെ വീട്ടിൽ ഉണ്ടാ പിന്നെ അത് നമുക്ക് ആക്രിക്ക് കൊടുക്കാം അത് മാമ ആക്രിക്ക് എടുത്തിട്ടും പോലെ പൈസ തരാം എത്ര കിട്ടും അത് നീ സാധനം കാണിട്ട് എന്നിട്ട് തരാം ഏത് വണ്ടിയില് ഈ വണ്ടിയില്ല ബുക്കും പുസ്തകം ഓ എന്റെ ഒരു ഗതികേട് ഓട്ടറാ ഡോറ് നീ അടാടാ ഒന്ന് കൊല്ലുവാടാ പയ്യ ബ്രാക്ക് പിടിക്കണ്ടേടാ ഞാൻ പോയി ബുക്കും പുസ്തകം പെട്ടെന്ന് ഓടിയാ ഇത്രേ ഉള്ളൂ അല്ല വീട്ടിലെ വെള്ളം കോരി വെച്ചിങ്ങനെ പാത്രമൊക്കെ ഉണ്ടാ ആ പാത്രത്തിനുണ്ടല്ല ആ വെള്ളത്തിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കൊണ്ടുപോവാ മാമ ഇതെല്ലാം കൂടെ ഇട്ടൊരു വില തനക്ക് തരാം ഒരു കലയേ ഉള്ളൂ നീ എടുത്തോണ്ട് ആ ഒരു കല എടുത്തോണ്ട് വാ പൈസ വേണം തോനെ പൈസ എടുത്തോണ്ട് വാടാ പിള്ളേരെ കൊണ്ട് ഞാൻ നിർത്തണം വല്ല മുട്ട കച്ചവടത്തിന് ഇറങ്ങാണ് ലാഭം ഇതില് ചോറ് ഞാൻ ചോറിനെടുത്ത് കളഞ്ഞു ഇതിൽ വെള്ളം വരുന്നു ഞാൻ അതിനെടുത്ത് കളഞ്ഞിട്ട് ഈ രണ്ടിനും കൂടെ വലിയ പൈസ ഒന്നും കിട്ടൂല നമുക്കൊക്കെ 10 രൂപ വേണോ 5 രൂപ വേണം പൈസയൊക്കെ വളരെ സൂക്ഷിച്ചാണ് ചിലവാക്കാൻ 5 രൂപ മാമ തന്നെന്ന് പറഞ്ഞ് കൊണ്ടുപോയി വേറെ 5 രൂപയ്ക്കുള്ളൊന്നും വാങ്ങിച്ചോളരുത് 1 രൂപയ്ക്കുള്ള മുട്ടായി 25 പൈസയുള്ള മുട്ടായി ഇത് നോക്കി സൂക്ഷിച്ചാണ് ചിലവാക്കാം കേട്ടാ അപ്പൊ മക്കള് പൈസ തരട്ടെ മാമന് അപ്പൊ ശരി കേട്ടാ പൈസ മാമ എന്നെ പറ്റിക്കാൻ നോക്കണ്ട നിങ്ങൾ 400 രൂപ തരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇത് രണ്ടും കൊണ്ട് ഇത് 400 രൂപ എന്താടേ ഒരു 100 രൂപ തരാം 400 രൂപ 100 രൂപ ഒന്നും താങ്ങാനുള്ള ശരീരം ഇല്ല നിനക്ക് കേട്ടാ 100 ചില്ലറ മാറി തന്നെ ഞങ്ങൾക്ക് ചുമന്നോണ്ട് പോവാൻ പോലും പറ്റൂല പൊടിയാ നീ പോ 100 രൂപ പോ കൂടുതലൊന്നും പറയണ്ട മാമ നമുക്കറിയാം 400 രൂപയ്ക്ക് വെക്കാം മാമന് പണി നോക്കിപ്പോ പിള്ളേരൊക്കെ ഇങ്ങനെ മാറിപ്പോയാ നമ്മളെ ബിസിനസ് ഒക്കെ എന്തിനു ചെയ്യുമോ കാലം പറഞ്ഞ കാലം തന്നെ പഴയ ബുക്ക് പേപ്പർ ചപ്പ് ചവറ് മണ്ണാങ്കട്ട കുപ്പ തൂള് ആക്രി എരുമ്പ് മുടി വിൽക്കാനുണ്ടോ